നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടുപിന്നാലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെയും വിശ്വാസികളെയും അവഹേളിച്ച് ബിജെപി നേതാവ് പി.സി. ജോർജും മകൻ ഷോൺ ജോർജും രംഗത്തെത്തിയിരിക്കുകയാണ്. ചില പിതാക്കന്മാർ നന്ദികേട് കാണിച്ചാൽ ഇനിയും പറയുമെന്നും ശൈലി മാറ്റാൻ സൗകര്യമില്ലെന്നുമാണ് പി.സി. ജോർജ് ഇന്ന് പറഞ്ഞത്. ദീപിക പത്രത്തിനും മെത്രാന്മാർക്കുമെതിരെ അങ്ങേയറ്റം അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് പി.സി. ജോർജ് നടത്തുന്നത്. ഇനിയെങ്കിലും പി.സി. ജോർജിന്റെ നാക്കിന് വിലങ്ങിടണ്ടേ എന്നാണ് നമ്മൾ കോട്ടയത്തുള്ള കുറച്ച് ആളുകളോട് ചോദിച്ചിരിക്കുന്നത്. അജിത്താണ് ചോദിച്ചത്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കാം. മനുഷ്യരെ അധിക്ഷേപിക്കുക, വായിൽ തോന്നിയതെല്ലാം പറയുക, പച്ചയായ മനുഷ്യന്റെ വികാരങ്ങൾ എന്ന് പറഞ്ഞ് പി.സി. ജോർജ് പറയുന്നത് അത്രയും വിദ്വേഷമാണ്, ജനാധിപത്യ വിരുദ്ധതയാണ്. പി.സി. ജോർജിന്റെ നാക്കിന് വിലങ്ങിടണോ? നാക്കിന് തന്നെ കുഴപ്പം? ഒരു കുഴപ്പമില്ല, അല്ല നാക്കിനൊന്നും കുഴപ്പമില്ല, ഏറ്റവും നല്ല. അല്ല, പുള്ളിയുടെ കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യം. ഒരു സഭയുടെ അധിപനൊക്കെ എന്താ പറയുക, ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരും കുഴപ്പമില്ല, LDF കുഴപ്പമില്ല, UDF കുഴപ്പമില്ല, അങ്ങനെ അവർക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അയാൾ പറയും നമ്മൾ വൈദികനാണെങ്കിൽ ആ രീതിയിൽ നിൽക്കണം. ഒരു രാഷ്ട്രീയക്കാരും സമുദായത്തെ തൊട്ട് കളിക്കേണ്ട ഒരു കാര്യമില്ല. പി.സി. ജോർജിൻ്റെ വഴിക്ക് പോട്ടെ, സമുദായത്തിൻ്റെ വഴിക്ക് പോകും. സമുദായത്തിൻ്റെ അച്ഛന്മാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് കേൾക്കാനേ പറ്റുള്ളൂ, അല്ലാതെ തിരിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി സ്വയം നിയന്ത്രിക്കണമെന്നുള്ള അഭിപ്രായം ഉണ്ടോ? ഇല്ല. കാരണം വെച്ചാൽ അങ്ങേര് പറഞ്ഞ കുറേ സത്യങ്ങളുണ്ട്. അയാൾക്കെതിരായിട്ടും ഞങ്ങളുടെ മോന് അനുകൂലമല്ലാതെ സഭ അവരെ സ്ഥാനത്തേക്ക് സപ്പോർട്ട് ചെയ്യുമ്പം അവർക്ക് പ്രതികരിക്കാം. ഒന്നി സഭ ആരെയും സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇത് സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് പറയുകയും അണ്ടർഗ്രൗണ്ട് ചെയ്യുമ്പം അയാൾ പറഞ്ഞത് തെറ്റെന്ന് ഞാൻ പറയത്തില്ല. പുള്ളി വാപോയ കോടാലിയല്ലേ, ആരെപ്പറ്റി എന്നാ വേണമെങ്കിലും പറയും. അത് അവരുടെ സഭയെ പറ്റി മോശമായിട്ട് പറയുക, ബിഷപ്പുമാരെ പറ്റി മോശമായിട്ട് പറയുക, ഇതൊക്കെ തുടർച്ചയായിട്ട് പുള്ളിയുടെ കുറച്ചു കാലം മുമ്പ് മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞു. തുടർച്ചയായിട്ട് എല്ലാ വിഭാഗം ആൾക്കാരെ പറ്റി അതിശയപരമായ പരാമർശം പുള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല. പുള്ളി ഇന്ന് ഏതാണ്ടൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പേപ്പർ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. സമുദായ നേതാക്കന്മാരെ ഒക്കെ പറയുന്നത് തെറ്റാണ്, അങ്ങനെ പറയരുത്. സാധാരണക്കാർ പറയുന്ന പോലെ അല്ലല്ലോ. നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. പുള്ളി കത്തോലിക്കനല്ലേ, കത്തോലിക്ക തിരുമേനിമാരെയല്ലേ തെറി വിളിക്കുന്നത്. അത് നേരത്തെ തന്നെ പുള്ളി വിളിക്കേണ്ടതാണ്. അത് തിരുത്തേണ്ടതല്ലേ, തീർച്ചയായിട്ടും തിരുത്തേണ്ടതല്ലേ. പി.സി. ജോർജിനെ പോലെയൊക്കെയുള്ള ആൾക്കാർ ഇങ്ങനെ പറയാമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ അസഭ്യവാക്യങ്ങൾ തിരുത്തേണ്ടതാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എല്ലാവരും ക്രിസ്ത്യൻ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ലേ പുള്ളി ഇരിക്കുന്നത്. എല്ലാവരും അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതും മറിഞ്ഞു പോകും എപ്പോഴും. പി.സി. ജോർജ് സ്വന്തമായി തിരുത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. ജനാധിപത്യത്തിന് അങ്ങനെ ചില പോരായ്മകളുമുണ്ട്. ക്യാമറമാൻ ജോഷുവ സാമിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.